ഹായ് ഹലോ എല്ലാവർക്കും ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ബികോം ഗ്രാജുവേറ്റ്സിനെ സംബന്ധിച്ച് ഏപ്രിൽ 25-ന് പ്രധാനപ്പെട്ട ഒരു എക്സാം നടക്കാൻ പോവാണ്. ജൂനിയർ അക്കൗണ്ടന്റ് എക്സാം ആണ്. അപ്പോൾ എല്ലാ ബികോം ഗ്രാജുവേറ്റ്സ് ഇതിന് അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവരും അതിന്റെ പ്രിപ്പറേഷനിലാണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ മുന്നിലുള്ളത് ആകെ 30-35 ദിവസമാണ്. അപ്പോൾ ആ ദിവസത്തിനുള്ളിൽ നമ്മൾ നമ്മുടെ പഠനത്തെ വിലയിരുത്തണം, നമ്മുടെ പഠനത്തിന്റെ പോരായ്മകൾ വിലയിരുത്തണം, സ്മാർട്ട് വർക്കിലേക്ക് കടക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഒരു എഫേർട്ടിനെ നമുക്ക് എവിടേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കൂ, റാങ്കിലേക്ക് കൊണ്ടെത്തിക്കാനും നല്ല മാർക്കിലേക്ക് കൊണ്ടെത്തിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യണം, അതേപോലെ തന്നെ റിവിഷൻ ടെസ്റ്റ് ചെയ്യണം, നമ്മൾ റിവിഷൻ നടത്തണം. ഇതിനെല്ലാം കൂടെ നമ്മുടെ മുന്നിൽ ആകെ ഇനി 30-35 ദിവസമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒരു എഫേർട്ടിനെ ഒന്നും കൂടെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐപ്ലസിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു ലൈവ് ക്ലാസ് വരെ ഒരു ലൈവ് എക്സാം കണ്ടക്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ PSCയുടെ അതേ മാതൃകയിൽ തന്നെ അതേ നിലവാരത്തിലുള്ള നമ്മുടെ സിലബസിൽ നിന്ന് 10 മൊഡ്യൂളിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ വീതം 100 ചോദ്യങ്ങളുമായിട്ട് ഒരു ലൈവ് ക്ലാസ് വഴി ഒരു ലൈവ് എക്സാം നടത്താൻ പോവുകയാണ്. അപ്പോൾ ഒരു എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തെ ഒന്ന് വിലയിരുത്താൻ സാധിക്കും. നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, അതേപോലെ തന്നെ നിങ്ങളുടെ വീക്കായിട്ടുള്ള പഠനത്തിൽ വീക്കായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന മേഖലകൾ ഏതൊക്കെയാണ്, നമ്മുടെ പഠനത്തെ ഇനി എങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യണം, ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ സെഷനിലൂടെ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ആ ഒരു ക്ലാസ് ലൈവ് ക്ലാസ് അതേപോലെ ഒരു ലൈവ് എക്സാം വരുന്നതെന്ന് പറയുന്നത് മാർച്ച് 18 ബുധനാഴ്ചയാണ്. വൈകുന്നേരം 7 മണിക്കാണ് നമ്മുടെ ഒരു ലൈവ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഇതിന്റെ ഒരു ഭാഗമായി തീരാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു എക്സാം നമുക്ക് എന്തായാലും നമ്മൾ എക്സാമിന് മുമ്പ് ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നത്, നമ്മുടെ പരീക്ഷയ്ക്ക് മുമ്പ് ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നത് ഉറപ്പായിട്ടും നമ്മുടെ വിജയത്തിനെ നല്ല രീതിക്ക് തന്നെ സ്വാധീനിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ എക്സാമിന് വേണ്ടി നല്ല എഫേർട്ട് ഇട്ട് പഠിക്കുന്ന എല്ലാവരും, ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവരും എന്ത് ചെയ്യണം, ഈ ഒരു ലൈവ് സെക്ഷന്റെ ഭാഗമാവണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ പഠനത്തിന്റെ പുരോഗതി വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു ഡേറ്റ് മറന്നു പോരുത്. മാർച്ച് 18 ബുധനാഴ്ച മറന്നു പോരുത്. സമയം 7 മണി എന്നുള്ള സമയം മറന്നു പോരുത്. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പ് നടത്തുക. നമ്മൾ വെറുതെ ഒരു ക്ലാസ് കാണുന്നത് പോലെയല്ല, നമ്മൾ എക്സാമിന് എങ്ങനെയാണോ തയ്യാറെടുത്തത് അതേ തയ്യാറെടുപ്പോട് തന്നെ വേണം നിങ്ങൾ ഈ ഒരു ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു വിജയം തന്നെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയാംശംസകൾ തന്നെ നേരുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ എഫേർട്ട് ഇടുക, എല്ലാവരും നല്ല റാങ്കിൽ തന്നെ എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു സെഷനിലേക്ക് കാണാം. ഓക്കെ, താങ്ക് യു.